ആഗോള അയ്യപ്പ സംഗമം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കണക്കുകളിൽ ഗുരുതര ക്രമക്കേടെന്നും പന്തൽ നിർമ്മാണം ടെൻഡർ ഇല്ലാതെയാണ് നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഊരാളുങ്കലിനാണ് ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണം നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ചെലവഴിച്ച തുക തിരിച്ചടച്ചുവെന്ന ദേവസ്വം മന്ത്രിയുടെ വാദം തെറ്റെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ദേവസ്വം മന്ത്രി BN വാസവന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് അന്ന് സർപ്ലസ് ഫണ്ടിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊടുത്ത 3 കോടി രൂപയുണ്ട്. അത് തിരികെ നൽകി എന്നതായിരുന്നു. പക്ഷേ ഇന്ന് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് അവർ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് അഭിമാനപൂർവ്വം നടത്തിയ ഒരു ചടങ്ങിന്റെ കണക്കുകൾ വരുമ്പോൾ കാര്യമായ പൊരുത്തക്കേട് അതിനകത്തുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണവും ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട്? ഇനി എന്ത് വിശദീകരണമായിരിക്കും സർക്കാർ നൽകാൻ പോവുക? ഇനി വിശദീകരണം നൽകേണ്ടത് ഹൈക്കോടതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈഫുദ്ദീൻ. അതിൽ മുഴുവനായി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റെല്ലാ മേഖലകളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ബില്ലുകളുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെ സകല മേഖലകളിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക സുതാര്യത ഉണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ കണക്കൊന്നിനുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ് ടെൻഡർ ഇല്ലാതെ റോഡ് പന്തൽ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത്. ഇതുവഴി 10% അധിക തുക ഈടാക്കേണ്ടി വന്നു അവർക്ക്. അങ്ങനെ 10% അധിക തുക നൽകിയാണ് ഈ ടെൻഡർ ഇല്ലാതെ ഈ കരാർ ഈ ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അത് നൽകിയിരിക്കുന്നത്. കണക്കുകളിൽ GST ബില്ലുകൾ ഇല്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടം വരും കാലങ്ങളിൽ ഉണ്ടാക്കും. കാരണം GST ബില്ല് അല്ല, മറ്റ് പലയിടങ്ങളിൽ നിന്ന് വാങ്ങിയ ബില്ല് പോലെ ഇരിക്കുന്ന തരത്തിലുള്ള ബില്ലുകളാണ് അതിനകത്ത് ഉള്ളത്. GST ബില്ലുകളായിരുന്നെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരുന്നു. ഇതങ്ങനെയല്ല എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ല. ഉപകരാറുകൾക്ക് ഒന്നും തന്നെ ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ഇതൊന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ഓഡിറ്ററെ കൊണ്ട്, തിരുവനന്തപുരത്തുള്ള ഒരു ഓഡിറ്ററെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഉപകരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബില്ലുകൾ ഒന്നും തന്നെ ശരിയല്ല എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ പറയുന്നത്. ഓഡിറ്റർക്ക് കൃത്യമായി കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ല. ഈ ബില്ലുകൾ കൃത്യമാവുക, GST ബില്ലുകളാവുക എങ്കിൽ മാത്രമേ ഈ ഓഡിറ്റർക്ക് കണക്ക് കൃത്യമായി രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിന് തിരികെ നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. കണക്കുകളിൽ കൃത്യതയില്ല, സുതാര്യത ഇല്ലായ്മ ഇതെല്ലാം അതിനകത്ത് പ്രകടമാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2 ലക്ഷം രൂപ കണക്കാക്കിയ കലാപരിപാടികളുണ്ട്. അവിടെ വന്നിട്ടുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. അവർക്ക് കലാപരിപാടികൾ കാണാൻ വേണ്ടി 2 ലക്ഷം രൂപ എസ്റ്റിമേറ്റായി ഇട്ടിരുന്നു. പക്ഷേ 8 ലക്ഷം രൂപയുടെ ചെലവാണ് ഉണ്ടായത്. അങ്ങനെ 6 ലക്ഷം രൂപ അധികമായി ഈ വിഷയത്തിൽ ചെലവാക്കുകയുണ്ടായി എന്നാണ് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. 2 കോടി രൂപ സ്പോൺസർഷിപ്പ് വരുമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്തൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. VIP ഭക്ഷണ വിതരണ ചെലവിലും കണക്കില്ല എന്ന് ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരാമത്ത് പണികൾ നൽകിയത് ഈ ടെൻഡർ ഇല്ലാതെയാണ്. അവിടെ പമ്പാ തീരത്ത് അതിൻ്റെ ഈ പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മരാമത്ത് പണികൾ ചെയ്യണമായിരുന്നു. പക്ഷേ അത് ടെൻഡർ ഇല്ലാതെ നൽകി എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. അതുപോലെ തന്നെ പറയാനുള്ളത് ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്ക് പണം നൽകാനുണ്ട് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 5000 പേര് ഭക്ഷണം കഴിച്ചതിന് 8.5 ലക്ഷം രൂപയായി എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ 4000 പേർ മാത്രമേ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക്. 1000 പേർക്ക് അധിക ഭക്ഷണം നൽകിയിട്ടാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 1000 പേരുടെ ഭക്ഷണത്തിൻ്റെ ചിലവ് എവിടെ പോയി, അല്ലെങ്കിൽ ആ പണം ആരെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. പിന്നീട് മന്ത്രിയുടെ നിയമസഭയിലൊരു മറുപടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇത് സ്പോൺസർമാർ വഴി നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കുമായിരുന്നു
സ്പോൺസർമാർ. പക്ഷേ അതിൻ്റെ ആദ്യം പണം കിട്ടാത്തത് കൊണ്ട് തന്നെ റിലീജിയസ് ആൻഡ് റിലീജിയൻസ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഫണ്ട് ദേവസ്വം ബോർഡിലുണ്ട്. അതിൽ നിന്ന് പണമെടുത്ത് പദ്ധതിക്ക് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി ചിലവാക്കുകയും പിന്നീട് ആ പണം സ്പോൺസർമാർ നൽകിയപ്പോൾ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി വി എൻ വാസവൻ ജനുവരി മാസം 28 തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടിയായി നൽകുകയുണ്ടായി. രേഖാമൂലം തന്നെ മറുപടി നൽകുകയുണ്ടായി. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്പോൺസർമാരുടെ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പണം എവിടെ പോയി, 2 കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. നിർമ്മാണമായിരുന്നു, അതാവട്ടെ ഊരാളുങ്കലിനാണ് കൊടുത്തത്, മറ്റു ടെൻഡറുകളൊന്നും എടുത്തതുമില്ല. ഊരാളുങ്കലാവട്ടെ CPM-മായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ സൊസൈറ്റിയും കൂടിയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വിശദീകരണം ഇതിനകത്ത് നൽകുമ്പോൾ കൂടുതൽ കുരുക്കിലാകുമോ CPM സർക്കാരും? സർക്കാർ അതിനകത്ത് വിശദീകരണം നൽകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിനകത്ത് കൺസേൺഡ് പാർട്ടി എന്നുള്ളത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകും എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അവിടെ വരാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ കോടതി അത് ചോദിക്കണം. ദേവസ്വം ബോർഡ് എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ഈ ഉച്ചയോടുകൂടിയാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. അത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിൻ്റെ മറുപടി എന്നോണമുള്ള കാര്യങ്ങൾ അത് ഹൈക്കോടതി രേഖാമൂലം തന്നെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും പണം ചെലവായത് എങ്ങനെ, ചെലവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലുകൾ എവിടെ, ഈ അധിക ടെൻഡർ ഇല്ലാതെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാര്, അധിക തുക ചെലവാക്കിയത് എന്തിന്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി കിട്ടാനുള്ളത്. അത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ രേഖാമൂലം മറുപടി പറയുമ്പോഴോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനം വിളിച്ചോ അത് വിശദീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിലേക്ക് സ്വർണ്ണപ്പാളി വിവാദം വന്ന് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അതിന് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമം കൂടി വരുമ്പോൾ എല്ലാം കൂടെ ഏറ്റുവാങ്ങി ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുക. മറ്റൊരു പ്രശ്നം, അന്ന് വി എൻ വാസവനടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് നയാ പൈസ ഖജനാവിൽ നിന്ന് എടുക്കില്ല, മുഴുവൻ സ്പോൺസർഷിപ്പ് തുകയാണ്. ആ വകയിൽ പ്രതിപക്ഷത്തിന് ഇതിനെ വിമർശിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു അന്ന് നൽകിയത്. പക്ഷേ ആ സ്പോൺസർഷിപ്പ് തുകയിലൊന്നും കാര്യമായ ഒരു കണക്കുമില്ല, അതിന് റിസീപ്റ്റ് ഇല്ല, എത്ര കിട്ടി, എത്ര ചെലവഴിച്ചു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. അപ്പോൾ ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് സൈഫ്? അതിനകത്ത് നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട് സൈഫുദ്ദീൻ. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവർക്ക് പോലും വ്യക്തതയില്ല. ഇന്നിപ്പോൾ PS പ്രശാന്തിന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അദ്ദേഹത്തുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ളത് 2-3 ദിവസം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് 7 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി വരുമ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ പരിപാടി നടത്താൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി വന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ്റ്റിമേറ്റ് തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ കണക്കിൽ വന്നിട്ടുള്ളത്, അതോ ഈ ബില്ലുകളെല്ലാം തന്നെ യഥാർത്ഥമാണ് എന്ന് കരുതിക്കൊണ്ട് ദേവസ്വം ബോർഡ് നൽകിയതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് മുന്നിലേക്ക് സ്പെഷ്യൽ കമ്മീഷണറുടെ മുന്നിലേക്ക് വന്ന കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കണക്കെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കണക്കല്ല അത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പലതരത്തിലുള്ള ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ഇവൻറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റോഡ് പണിയണം, പന്തൽ പണിയണം, ഫുഡ് തയ്യാറാക്കണം. ഈ വിഷയങ്ങളിലെല്ലാം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളിലെല്ലാം അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ ക്രമക്കേടുകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറയാൻ കഴിയുക. അത് പന്തൽ നിർമ്മാണത്തിലായാലും മരാമത്ത് പണിയിലായാലും അതുപോലെ തന്നെ ഭക്ഷണം നൽകിയ കേസിലായാൽ പോലും വിവിധ ഹോട്ടലുകൾക്ക് പണം ഇപ്പോഴും കൊടുത്തിട്ടില്ല. പമ്പാ തീരത്തും മറ്റുള്ള വിവിധ ഹോട്ടലുകളിലാണ് ഗസ്റ്റുകളെ താമസിപ്പിച്ചത്. അതിൻ്റെ പണമൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിമുടി ഒരു ദുരൂഹതയാണ് സൈഫുദ്ദീൻ ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. തീർച്ചയായും ക്രമക്കേടുകളുടെ പൊരുത്തക്കേടുകളുടെ മഹാസംഗമമായി മാറുന്നുവോ ആഗോള അയ്യപ്പ സംഗമം എന്ന അതിനിർണായകമായി ചോദ്യത്തിന് ദേവസ്വം ബോർഡ് ഉത്തരം നൽകേണ്ട സമയം കൂടിയാണ്. ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിനകത്ത് അടിമുടി പൊരുത്തക്കേടുകളുടെ കൃത്യമായ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിശ്ചയമായും ദേവസ്വം ബോർഡ് അതിനകത്ത് പ്രതിരോധത്തിലാകുന്നു. അപ്പോൾ ആ പ്രതിരോധത്തിലാകുമ്പോൾ അതുവഴി സർക്കാർ കൂടി പ്രതിരോധത്തിലാകുന്നുണ്ട്.
അഭിമാനപൂർവ്വം കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ എന്തുകൊണ്ട് പൊരുത്തക്കേട് നിശ്ചയമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യും. അതിനെന്ത് വിശദീകരണം പുതുതായി എന്ത് മറുപടി നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനകത്ത് കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നു. ദേവസ്വം മന്ത്രിയുടേതടക്കം പുതിയ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.